വിശുദ്ധ വാരത്തിലേക്ക് നാം എല്ലാവരും ഇന്ന് പ്രവേശിക്കുന്നു. ഓശാന ഞായർ. എന്തായിരുന്നു ഓശാന ഞായറിൻ്റെ പ്രത്യേകത? ഓശാന ഞായറിന് ഇന്ന് അവനെ ആർപ്പ് വിളിച്ച ജനം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവനെ തള്ളിപ്പറയാൻ കാരണം എന്തായിരുന്നു? അതാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം. അറിയാവുന്ന എല്ലാവരും അവന് അകമ്പടിയോടുകൂടി കാഹളം മുഴക്കി സ്വീകരിക്കുകയാണ്. അങ്ങനെ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനിയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പ്രവേശന കവാടം കഴിഞ്ഞ് വലത്തോട്ടും ഇടത്തോട്ടും 2 വഴികളുണ്ട്. ഇടത്തോട്ട് പോയാൽ ജെറുസലേം ദേവാലയമാണ്. വലത്തോട്ട് പോയാൽ സീസറിൻ്റെ കീഴിലുള്ള പീലാത്തോസിൻ്റെ കൊട്ടാരമാണ്. ജനങ്ങളെല്ലാവരും ചിന്തിച്ചത് ഈ നിമിഷം യേശു വലത്തോട്ട് തിരിഞ്ഞു പോയി റോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കും, അവരെല്ലാവരെയും നശിപ്പിച്ച് അവൻ അന്നത്തെ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം നേടിക്കെടുക്കും എന്നാണ്. പക്ഷേ അവിടെ ട്വിസ്റ്റ് സംഭവിച്ചു. യേശു ഇടത്തോട്ട് തിരിഞ്ഞ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അത്രയും കാലം അവർ പ്രതീക്ഷിച്ചിരുന്നത് യേശു അവരെ രക്ഷിക്കാൻ പോകുന്നത് അന്നത്തെ മതപരവും രാഷ്ട്രീയപരവുമായുള്ള അടിമത്തത്തിൽ നിന്ന് എന്നാണ്. പക്ഷേ യേശു വിവാഹം ചെയ്തത് മറ്റൊരു സ്വപ്നമായിരുന്നു. അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇന്നത്തെ ഞായറിൻ്റെ പ്രത്യേകത. അതായത് അത്ര നേരം കാഹളം മുഴക്കി സ്വീകരിച്ച ഒരു ജനം അവനെതിരാകുന്നു. കാരണം ഇവനാണ് ഏക രക്ഷകനെന്ന് അവർ കരുതിയപ്പോൾ ഇവനല്ല എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് ഒരു ദുഃഖ വെള്ളിയാഴ്ച ഇവർ കാത്തിരുന്നു. ഈ എതിരേറ്റ ജനം തന്നെ അവനെതിരെ മുറവിളി കൂട്ടി. നമ്മുടെ മുമ്പിലെ ഒരു സാധ്യത എന്നത് തന്നെയാണ്. ആരൊക്കെയാണോ നമ്മളെ സ്വീകരിക്കുന്നത് അവർ തന്നെ ഒരുപക്ഷെ തിരസ്കരിച്ചു എന്ന് വരും. കാരണം നമ്മളെ അവർ മനസ്സിലാക്കിയെന്ന് വരില്ലല്ലോ.